മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റഡ് മൂവി എന്നറിയപ്പെടുന്ന മാർക്കോ ഇന്ന് റിലീസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലീസ് ദിവസം തന്നെ പോയി കാണാമെന്ന് കരുതി അങ്ങനെ ഫസ്റ്റ് ഷോ പോയി കണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പടം കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നല്ല. ഓക്കെ, പടം മലയാളികളെ ബേസിക് കാര്യമാണല്ലോ സിനിമ കാണുമ്പോൾ കഥ. നമുക്ക് മെയിനായിട്ട് കഥ വേണം. ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല ഈ പടത്തിൽ കഥ. നോർമലി നമ്മൾ സിനിമ കാണൽ തുടങ്ങിയ കാലഘട്ടം മുതലുള്ള കഥ തന്നെ. ഒരു സൈഡിലൊരു വില്ലന്മാർ, വേറെ സൈഡിൽ വേറെ വില്ലന്മാർ, രണ്ട് ഫാമിലി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പകപോക്കൽ, അതൊക്കെ തന്നെയാണ് ബേസിക് കഥ. പക്ഷേ ഇവിടെ മാർക്കോ അങ്ങനെ കഥ ആയിട്ട് പോലും പടം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് എടുത്ത് പറയണം. ക്യാമറ വർക്കും കാര്യങ്ങളും CGയും ഒക്കെ പൊളി. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ജഗദീഷൊക്കെ വേറെ ലെവലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ ക്യാരക്ടറൈസേഷനാണ്. പ്രായ കാലത്ത് ഒരുപാട് കോമഡി കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ കരിയറിൻ്റെ ഈ ഒരു സീനിയോറിറ്റി കാലഘട്ടത്തിലെത്തിയപ്പോൾ വെറൈറ്റി പിടിച്ചിരുന്നത്. ജഗദീഷിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടർ സിനിമയിൽ. അതേപോലെ തന്നെ നമ്മുടെ സിദ്ദീഖ് പേഴ്സണൽ കാര്യം നമ്മൾ ഒഴിവാക്കുക, അതിനോട് ഞാൻ യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഇതിൽ ക്യാരക്ടർ മൂപ്പര് പൊളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ സീനിലും ക്ലൈമാക്സിലെ ഒരു ആ ഡയലോഗൊക്കെ നന്നായിട്ട് കയ്യടി നേടിയ ഒരു പ്രകടനം തന്നെ ആയിരുന്നു സിദ്ദീഖ്. പിന്നെ ഉണ്ണിമുകുന്ദന് ഇങ്ങനത്തെ ഒരു പടം ചെയ്തിട്ട് കുറേ ആയി. ഒരു ആക്ഷൻ ഓറിയന്റഡ് മൂവി ചെയ്തിട്ട് ഒരുപാടായി. മൂപ്പര് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഭയങ്കര സ്ക്രീൻ പ്രസൻസ്, ഭയങ്കര സ്വാഗ്, അതൊക്കെ നന്നായിട്ട് അനുഭവപ്പെട്ടു. പൊളിച്ചടുക്കിയിട്ടുണ്ട് ഉണ്ണിക്ക് ഇങ്ങനത്തെ ഒരു പടം വേണമായിരുന്നു. ആക്ഷൻ ഓറിയന്റഡ് മൂവി മൂപ്പര ഒരു സേഫ് സോൺ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിലൊക്കെ ഓരോ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ മൂപ്പർക്ക് ഇതന്നെ സ്ഥിരം പരിപാടി എന്നൊക്കെ തോന്നിപ്പോവും. അമ്മാതിരി മെഴുവഴക്കവും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മളെ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ മോഹൻലാലിനെ പിന്നെ ഒരു ഫൈറ്റിൽ പല ആളുകളും പറഞ്ഞിട്ട് നമ്മൾ പേഴ്സണലി കണ്ടിട്ടും നമുക്കറിയാമല്ലോ ആ ഒരു മെഴുവഴക്കും കാര്യങ്ങളൊക്കെ റിയൽ ആക്ഷനായി തോന്നുന്നു. അതേ ലെവലിലാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പടം ഒരു സർട്ടിഫൈഡ് മൂവിയാണ്. സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അതല്ല, ഇത് ആക്ഷൻ, ഒരുപാട് വയലൻസ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പക്ഷേ എനിക്ക് പേഴ്സണലി എന്താണെന്നറിയില്ല, എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്ന അവനക്കും പേഴ്സണലി അത്ര വയലൻസ് ഉണ്ട്. ഓക്കെ, മലയാള സിനിമയിൽ ഇത്രയും കാലം കാണാത്തൊരു വയലൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ കൊറിയൻ പടങ്ങളൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് അത്ര കണ്ട് വയലൻസ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു നോർമൽ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം നല്ല വയലൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇത് കണ്ണ് പൊത്തേണ്ടി വരുന്ന ഓരോ സീൻസൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ. അപ്പോൾ ഞാനത് എടുത്തു പറഞ്ഞില്ല, സ്പോയിലറായും മാറും. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ പോയി തിയേറ്ററിൽ പോയി കാണാൻ. നിങ്ങളെ നിരാശപ്പെടുത്തൂല പടം, അത് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരാം. ഒരിക്കലും നിരാശപ്പെടുത്തൂല. ഒരു ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതേപോലെ വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അമ്മാതിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞ ആ ടാഗ് ലൈൻ മാതിരി തന്നെ മോസ്റ്റ് വയലൻസ് ഉള്ള, മലയാള സിനിമ ഇത്രയും കാലം കാണാത്ത വയലൻസ് ഉള്ള മൂവി തന്നെയാണ് ഈ മാർക്കോ. ഷാരോ പറയുണ്ടായി. ഇപ്പോൾ റിവ്യൂ ഞാൻ കേട്ടായിരുന്നു. നമ്മുടെ ഹിന്ദി മൂവി ഉണ്ടല്ലോ ഇപ്പോൾ അടുത്തിറങ്ങിയ, ആ ട്രെയിനിലുള്ള, പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, അതിനെക്കാട്ടിലുള്ള വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിൻ്റെ മുകളിൽ വയലൻസ് ഉള്ളതായി തോന്നിയില്ല. പക്ഷെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, അത് എനിക്ക് കുറച്ചൊരു വയലൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, തിയേറ്ററിൽ നിങ്ങൾ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഉണ്ണി മുകുന്ദന് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ആയിരിക്കട്ടെ, ആവാൻ സാധ്യതയുണ്ട് മാർക്കോ എന്ന ക്യാരക്ടർ.
അത് മൂപ്പര് പണിയെടുത്തതിനുള്ള അത് പ്രതിഫലമായി കിട്ടും, അത് പ്രേക്ഷകർ നൽകുക. ഏതായാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണാം. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവി തന്നെയാണ്. ഈ ഒരു പടം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ, പണ്ടത്തെ നമ്മുടെ കാലഘട്ടത്തിൽ കഥ മെയിനായിരുന്നു. കഥ ഇല്ലാതെ എന്തെടുത്തിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മളെ മലയാളി പ്രേക്ഷകർ, തെലുങ്കിലും ഒന്നും ആ പ്രശ്നമില്ല, നമുക്ക് കഥ മെയിനാണ്, കഥ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പടം തെളിയിക്കുന്നത് കഥയില്ലെങ്കിലും പ്രേക്ഷകനെ എൻഗേജ് ആക്കി എത്താൻ പറ്റുന്ന സീൻസും മേക്കിങ്ങും BGMഉം ആക്ഷൻസും ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകന് പടം ഇഷ്ടമാവും, പ്രേക്ഷകൻ ഇരുന്ന് പടം കാണും എന്നൊക്കെയുള്ള ഒരു തെളിവ് കൂടിയാണ് മാർക്കോ, എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ കഥ ഒന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും പടം നമുക്ക് മടുക്കാതെ കണ്ടിരുന്ന് പോകും. അപ്പോൾ അതിനെന്തോ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ബാക്കി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾ വിശകലനം നിങ്ങൾ തന്നെ ഒന്നൊക്കെ പോയി വിലയിരുത്തൂ. ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പോയി പടം പോയി കണ്ടത് നമ്മുടെ തിരൂരിലെ പുതുക്കി പണിത ഗയാം തിയേറ്ററിലായിരുന്നു. ഇപ്പം ഞാനത് എടുത്തു പറയാൻ കാരണം, ഞാൻ ഫസ്റ്റിനാണല്ലോ പോയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 4:30ക്കുള്ള ഷോ ഒരു 7 മണിയാകുമ്പോൾ കഴിഞ്ഞു. എൻ്റെ ഷോ 7:30 7 മണിയായി കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഭയങ്കര ബഹളം, പോലീസ് വന്നിരിക്കണേ. അപ്പോൾ എന്താ സംഭവം എന്താണ്, AC ഇടാൻ മറന്നതല്ല, AC ഇട്ടിട്ടില്ല, പകുതി വെച്ച് എന്തോ കട്ടായി. അപ്പോൾ അങ്ങനെയാണ് ആ ഷോ ഓടിയത്. അപ്പം എന്താ കുറേ പയ്യന്മാരൊക്കെ കൂടി ഭയങ്കര പ്രശ്നം, സ്വാഭാവികമായിട്ടും നല്ല ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ കുറച്ചെങ്കിലും തിയേറ്ററിൽ ആരൊക്കെ തമാശക്ക് വരണ്ടായിരുന്നു, ഒന്ന് തണുക്കാൻ വേണ്ടിയിലാണ് തിയേറ്ററിൽ വരില്ല, പടം കാണാനല്ല. അപ്പം അങ്ങനെ വരുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചൂടത്ത് പടം കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നിട്ട് എന്തോ ഭയങ്കര പ്രശ്നമായിട്ട് ഷോ ഏറിക്കുടങ്ങേണ്ടി 7:45 തുടങ്ങിയത് നമ്മുടെ ഷോ തന്നെ. അപ്പോൾ 50 രൂപ തിരിച്ചു കൊടുക്കാമെന്നാ, അങ്ങനത്തെ റീഫണ്ടബിൾ ഫുള്ളായിട്ടില്ല, കുറച്ച് റീഫണ്ട് ചെയ്യാണ്ട് പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനഃപൂർവ്വമാണത് ഓഫാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓഫാക്കാൻ സാധ്യതയില്ല, അതെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ.